ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രൊമോ വീഡിയോ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാത്രി നേരമാണ്. വിക്രം വേദ പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ട് വേദ മുത്തശ്ശിയെ വിളിക്കുമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ്. നീ എന്തിനാടി ഈ പാതിരാത്രി നേരത്ത് ആ മുതുക്കിയെ വിളിക്കുന്നതെന്ന് വിക്രം ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി അവിടെ കോൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി ചോദിക്കുകയാണ്, ആരാടാ മുട്ടാള നിന്റെ മുതുക്കി? ഇത് കേൾക്കുന്ന വിക്രമിന് അപ്പോഴാണ് മുത്തശ്ശി കോൾ എടുത്ത കാര്യം ഓർമ്മ വരുന്നത്. അത് പിന്നെ മുത്തശ്ശി, ഞാൻ അറിയാതെ പറഞ്ഞതാണെന്ന് വിക്രം പറയുമ്പോഴേക്കും വേദ കോള് കട്ട് ചെയ്യുകയാണ്. അച്ചമ്മയുടെ വീട്ടിൽ നിന്നും വന്നത് മുതൽ വിക്രത്തിനെ നേർവഴിയിൽ നടത്താനായി ഞാൻ കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ് വേദ. അതിന്റെ ആദ്യപടിയെന്നോണം വിക്രത്തെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് വേദ. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാനിരിക്കാൻ നേരമാണ് വേദ ഞാനും വിക്രമും കൂടി ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകുന്നെന്ന് പറയുന്നത്. ഇത് കേൾക്കുന്ന വിക്രം പറയുകയാണ്, നിന്റെ കൂടെ ഒന്നിച്ചു വന്നിട്ടുള്ള നന്മയൊന്നും എനിക്ക് വേണ്ട. തുടർന്ന് നിവൃത്തികേട് കൊണ്ട് വിക്രത്തിന് വേദയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടി വരുന്നു. പോകുന്ന വഴിക്ക് പോലീസ് ചെക്കിങ്ങിൽ വിക്രത്തിനെ പിടിക്കുകയാണ്. വണ്ടിയുടെ ബുക്കും പേപ്പറും കാണിക്കുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ വിക്രത്തിനോടുള്ള പക കാരണം ബുക്കും പേപ്പറും എല്ലാം തന്നെ കത്തിച്ചു കളയുകയും വിക്രത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് തനിക്കറിയാവുന്ന വഴികളിലൂടെയും വക്കീലന്മാരെയും കണ്ടതിന് ശേഷം വിക്രത്തിനെ വേദ തന്നെ ജയിലിൽ നിന്നും പുറത്തിറക്കുകയാണ്. വീട്ടിൽ വന്നതിന് ശേഷം വിക്രത്തിന് ചൂട് പിടിച്ചു കൊടുക്കുന്ന വേദയെയാണ് കാണിക്കുന്നത്. തുടർന്ന് വിക്രത്തിന് അപകടം പറ്റിയത് അറിഞ്ഞുകൊണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ അവരുടെ വീട്ടിലേക്ക് വിക്രത്തിനെ കാണാനായി ചെല്ലുകയാണ്. ശ്രീകാര്യം ശ്രീനിവാസൻ വീട്ടിൽ വന്നതിനെക്കുറിച്ച് വിക്രത്തിനോട് ചോദിച്ചുകൊണ്ട് തട്ടിക്കേറുകയാണ് സുധാകരൻ. ഇത് കേൾക്കുന്ന വിക്രം സുധാകരന് നേരെ തട്ടിക്കേറുകയാണ്. ജയിച്ചവരുടെ കൂടെ എപ്പോഴും നിറയെ ആളുകളുണ്ടാകും, പക്ഷേ തോറ്റവരുടെ കൂടെ അവർ മാത്രമേ ഉണ്ടാകൂ. ആ ഒരു അവസ്ഥ തന്നെയായിരുന്നു എനിക്കും ഈ വീട്ടില് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധാകരനെ വേദനിപ്പിക്കുകയാണ് വിക്രം. തുടർന്ന് ബാത്റൂമിൽ കയറി ഷവറിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് വാ പൊത്തിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന സുധാകരനെയാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം വിക്രം ശ്രീകാര്യം ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അയാള് വിക്രമുമായിട്ടുള്ള സകല ഇടപാടുകളും നിർത്തിയെന്നും ഇനി നിനക്ക് പോകാമെന്നും പറയുകയാണ്. ഇത് കേൾക്കുന്ന വിക്രം വിഷമത്തോടെ അവിടെ നിന്നിറങ്ങുന്നു. പിന്നീട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് എത്തുന്നതാണ്. മുറിയിലേക്ക് കയറുന്ന വിക്രം വേദയുമായി കൂട്ടിയിടിച്ച് താഴേക്ക് വീഴാൻ പോകുന്നു. പെട്ടെന്ന് തന്നെ വിക്രം വേദയെ താങ്ങി പിടിക്കുകയാണ്. പുഞ്ചിരിയോടെ വിക്രത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വേദയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.